നമുക്കിന്ന് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കാം. പണ്ട് കാലത്ത് ഇത് ചെയ്യുമായിരുന്നു. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അതിലേക്ക് ഇടാനായിട്ട് തേങ്ങ, തിളപ്പിച്ചാറിയ വെള്ളം, ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണം. നമുക്കത് തയ്യാറാക്കാം. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതലിടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ എത്ര തേങ്ങ ഇടണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. എത്രത്തോളം തേങ്ങ കൂടുന്നോ അത്രയും അതിൻ്റെ ആ പാലൊക്കെ ഇട്ട് മിക്സ് ആവുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കുറേച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ല തേച്ച് കൂട്ടിയെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തേച്ച് കൂട്ടി ഇങ്ങനെ എടുക്കുക. കണ്ടോ? എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓക്കെ. നന്നായി തേങ്ങയും ഉപ്പും തിളപ്പിച്ചാറിയ വെള്ളവും കൂട്ടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയാണിത്. ഇതിനെ നമുക്ക് ഉണ്ടകളായിട്ട് പിടിച്ചിട്ട് ആവി കയറ്റാനായിട്ട് വെള്ളം ഒഴിച്ച് വച്ചിരിക്കുന്നതാണ്. കണ്ടോ? ഈ വെള്ളത്തിൽ ഈ ആവി ചുടുന്ന ഈ അതെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അതിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ്. തിളക്കുമ്പോഴത്തേക്കും വെള്ളം ഈ പിടിമേലൊക്കെ മുട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് അടിയിൽ നിന്ന് തിളച്ചോളം വീഴാതിരിക്കാനായിട്ട് അതിലേക്ക് ഒരു മൂടി പോലത്തെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളകളാക്കുകയോ പിടി ഷേപ്പാക്കുകയോ ഏത് ഷേപ്പിൽ വേണമെന്ന് അമ്മങ്ങിയിരിക്കും. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ അതൊരു ഇതാണ് പിടിയുടെ ശരിക്കും ഷേപ്പ്. കേട്ടോ? ഇത് നമുക്കിത് ആവിയിൽ വേവിക്കാം. കേട്ടോ? മൂടി വെച്ച് ആവിയാവട്ടെ. നന്നായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാൻ.